യുവജനങ്ങളുടെ ആവേശമായ വിശുദ്ധ കാർൽ അക്വിറ്റസിന്റെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും തിരുശേഷിപ്പുകൾ വത്തിക്കാനിൽ കുട്ടനാട്ടിലെത്തി ചങ്ങനാശ്ശേരി അരമനയിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുശേഷിപ്പ് വേഴപ്രായിൽ എത്തിച്ചത്. പുതുക്കിപ്പണിത വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിൽ കർദിനാൾമാർ ജോർജ് കുവക്കാട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചു. പുതുക്കിപ്പണിത വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിൽ യുവജനങ്ങളുടെ ആവേശമായ വിശുദ്ധ കാർൽ അക്വിറ്റസിന്റെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിച്ച വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദേവാലയത്തിൽ എത്തിച്ചത്. കുരിശടി മുതൽ പ്രദക്ഷിണമായി തിരുശേഷിപ്പുകൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. പ്രദക്ഷിണ വഴിയിൽ വിശുദ്ധ കാർലോയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വേഷമണിഞ്ഞ കുട്ടികൾ തിരുശേഷിപ്പിന് ഇരുവശത്തുമായി നടന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയായി മാറി. ദേവാലയത്തിലെത്തിയ തിരുശേഷിപ്പുകൾ ഉപയോഗിച്ച് കർദിനാൾമാർ ജോർജ് കുവക്കാട് വിശ്വാസികളെ ആശീർവദിച്ച ശേഷം തിരുശേഷിപ്പുകൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ധന്യ നിമിഷങ്ങളെക്കുറിച്ചുള്ള സന്തോഷം ഇടവക വികാരി ഫാദർ ജോർജ് അവണ്ണൂർ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. വേഴപ്ര സെന്റ് പോൾസിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് 2 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കോവിഡിന് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ച 2 തിരുശേഷിപ്പുകളാണ്. ഒന്ന് വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെയും മറ്റൊന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യയുടെയും തിരുശേഷിപ്പുകളാണ്. ദൈവത്തിന്റെ ഒളിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച 2 വ്യക്തികളാണെന്ന് ഈ 2 പേരെ നമുക്കറിയാം. പ്രത്യേകിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി തന്റെ ജീവിതത്തിലെ ചെറിയ പ്രവൃത്തിയിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുകയും അതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതിലൂടെ അനേകര് അവിശുദ്ധയുടെ മാധ്യസ്ഥ തേടി ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യനായ ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ കാർലോ അക്വിറ്റസിനെ നമുക്ക് ലഭിച്ചത്. യുവജനങ്ങളുടെ യുവാക്കളുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. തൻ്റെ ജീവിതത്തിലൂടെ ഈശോയെ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഈശോയെ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിച്ച വ്യക്തിയാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. തീർച്ചയായിട്ടും വേഴപ്രായിലുള്ള ഈ തിരുശേഷിപ്പ് കാണുവാൻ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ അതിനുശേഷം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് മാധ്യസ്ഥം നേടുവാൻ എല്ലാവർക്കും എല്ലാ നന്മകളും അതിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യ കൂവക്കാട് പിതാവ് പുതുക്കിപ്പണിത ദേവാലയത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭക്തിസാന്ദ്രമായ ദിവ്യബലിയിൽ കുട്ടനാടൻ മേഖലയിലെ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. ഷെക്കേന ന്യൂസ്, ആലപ്പുഴ.